ഇത് 2 ഭാഗമായിട്ട് കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ നിന്ന് തുറന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റും. കുഴപ്പമില്ല, ക്ലീനിങ് അടിപൊളി. നമുക്ക് ഇതേപോലെ തന്നെ അസംബിൾ ചെയ്യാം. ഇതേപോലെ തന്നെ വെച്ച് ലോക്ക് ചെയ്ത് അടിയത്തി ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ ലോക്കാം. അത്രേ ഉള്ളൂ. പിന്നെ മേലേക്ക് ഒരു തീ അതിലും ലോക്ക്. പിന്നെ ഇവിടെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പിനുള്ള സാധനമാണ്. പിന്നെ ഇവിടെ ഒരു മൂസിൽ റബ്ബർ ഇട്ട് മൂടിയിരിക്കുന്നതാണ്. മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അസംബ്ലി വരുന്നുള്ളൂ. പിന്നെ വയറിൻ്റെ ലെങ്ത്ത് വയറിൻ്റെ ലെങ്ത്ത് ഏകദേശം ഇത്ര വരുന്നുണ്ട്. ഒരു മീഡിയ സൈസ് ഉള്ളൂ. നമുക്ക് ചിലപ്പം ഒരു എക്സഷൻ വയറും കൂടി വെക്കേണ്ടി വരും. എന്തായാലും ഫിഷ് ടാങ്കിലൊന്ന് അസംബിൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇനി ഫിഷ് ടാങ്കിൽ അസംബിൾ ചെയ്ത് വെക്കുന്ന കാണാം. ഹായ് ഗൈസ്, ഇവരാണ് എൻ്റെ ടിങ്കു ബിങ്കു ആണ്. ഇവർക്കാണ് ഞാൻ വാട്ടർ ഫിൽറ്റർ വാങ്ങിച്ചത്. നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് നോക്കാം. പിന്നെ ഇതെൻ്റെ ഒരു 10 കൊല്ലം പഴക്കമുള്ള അക്വേറിയമാണ്. അത് ഞാൻ കാലത്തിൻ്റെ പഴക്കങ്ങളൊക്കെ അക്വേറിയത്തിനുണ്ട്. ചെറിയ പൊട്ടൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ 10ലാന്ന് തോന്നുന്നു പഠിക്കുന്ന സമയത്ത് അച്ഛനോട് വാശി പിടിച്ചു വാങ്ങിച്ച അക്വേറിയമാണ്. കുറേ മീനുകൾ ഞാൻ ഇട്ടിട്ട് വളർത്തിയിട്ടുണ്ട്, ഒരെണ്ണം ചത്തു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അവസാനമായിട്ട് വന്ന ആൾക്കാരാണ് ടിങ്കും പിങ്കും. അപ്പോൾ അവർക്കാണ് ഈ എയർ ഫിൽറ്റർ എന്നുള്ള ഭാഗ്യം. ഇൻസ്റ്റാളേഷൻ ഭയങ്കര എളുപ്പമാണ്. ഇത് നമ്മൾ ആദ്യം മൊത്തമായിട്ട് ഇറങ്ങുന്ന രീതിക്ക് ഫിൽറ്റർ വെള്ളത്തേക്ക് ഇറക്കി മൊത്തമായിട്ട് വെള്ളത്തേക്ക് ഇറങ്ങണ പോലെ നിൽക്കുക. ഇത് ചെറിയൊരു ടാങ്ക് ആയതുകൊണ്ട് മോട്ടർ മൊത്തമായിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലും അതിൻ്റെ ഈ ഹെഡ് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ആവണം. പിന്നെ ഈ പൈപ്പ് പുറത്തേക്കായിട്ടും വെക്കുക. അതിനൊക്കെ നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ വർക്കാവേണ്ടതാണ്. വർക്കാവില്ല നോക്കാം. യെസ് ഗൈസ്, നമ്മുടെ ഫിൽറ്റർ വർക്കായിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള ചളിയും പൊടികളൊക്കെയാണ് ഇപ്പോൾ ഫിൽറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ.